രാഹുലെ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനുള്ള മൗലികമായ അവകാശമുണ്ട്. അത് മാത്രമേ പിഷാരടി ചെയ്തുള്ളൂ. അത് അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹം വോട്ട് ചോദിച്ചു എന്നുള്ള അത് തെറ്റാണോ? അത് ഈ പറയുന്ന രീതിയിൽ എന്തിന് ഇങ്ങനെ BJP അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയും കൂട്ടരും ഇങ്ങനെ വെകിളി പിടിക്കണം? അതിനെ എതിർത്ത് ചോദിച്ച് കേരള രാഷ്ട്രീയം മൊത്തത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ വരെ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥ? അല്ല, സ്വാഭാവികമായിട്ടും നമുക്കറിയാം കഴിഞ്ഞ ദിവസം എന്താണ് പാലക്കാട് സംഭവിച്ചതെന്ന്. പിഷാരടി പ്രചരണവുമായി വരുന്ന സമയത്ത് അവിടേക്ക് ഒരു അമ്മ വന്ന് വിളിക്കുന്നു, പിഷാരടിയെ വരൂ വീട്ടിലേക്ക് വരാൻ. അപ്പോൾ പിഷാരടി സംബന്ധിച്ചില്ല, ആ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിളിക്കുന്നു. എന്നാൽ ശരി, നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു. പിഷാരടി കൂടെ ചെല്ലുമ്പോൾ അവിടുത്തെ കൗൺസിലറായിട്ടുള്ള BJPയുടെ ഒരു നേതാവ് വന്നിട്ട് ഇവിടെ ആരെയും കടത്തി വിടാൻ കഴിയില്ല, ഇവിടോട്ടൊന്നും വരാൻ പറ്റത്തില്ല, ഇവിടൊന്നും പ്രചരണം നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇന്ന് എന്നെ ഏറ്റവും കൂടുതലും അതിശയിപ്പിച്ച ഒരു പ്രസ്താവന എന്ന് പറയുന്നത് നമ്മുടെ പിഷാരടി പറഞ്ഞൊരു പ്രസ്താവനയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കൂർമ്മത ഇന്നാണ് കേരള ജനത മനസ്സിലാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മാധ്യമങ്ങളെല്ലാം ചോദിച്ചു, അവിടെ പാലക്കാട് പിഷാരടിയെ പാർട്ടി സംരക്ഷിക്കുമെന്നുള്ള രീതിയിൽ നമുക്കറിയാം VD സതീശൻ പറയുന്നുണ്ടായി. അവിടെ പാർട്ടി കോട്ടയാണ് പാലക്കാട് എന്ന് പറയുന്നത്, ശക്തമായി സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ്, ഞങ്ങൾ അവിടെ തിരിച്ചടിക്കും അല്ലെങ്കിൽ സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷേ പിഷാരടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നവിടെ പന്തം കൊളുത്തി പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അതായത് പാലക്കാട് ടൗണിൽ പന്തം കൊളുത്തി, അത് പട്ടാപ്പകൽ തന്നെ പന്തം കൊളുത്തിയുള്ള ഒരു യാത്രയുണ്ടായിരുന്നു. കോൺഗ്രസ് ആഹ്വാനം ചെയ്തതാണ്. ഇന്നലെ പിഷാരടിക്ക് നേരിട്ടതുമായി ബന്ധപ്പെട്ട് പിഷാരടി അവരോടെല്ലാം പറഞ്ഞ് ഈ പരിപാടി മാറ്റിവെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നു, നാളെ അവരും റോഡിലേക്ക് ഇറങ്ങുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമാവുന്നു, ഇതിൽ നിന്നും ലാഭം കൊയ്യാൻ നോക്കുന്നത് BJP ആണ്. കൃത്യമായി കണ്ടെത്തി. ഇപ്പോൾ ഈ ഒരു വിഷയം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പന്തം കൊളുത്തി പ്രകടനമായിട്ട് പോകുന്നു. ആ സമയത്തായിരിക്കാം ഏതെങ്കിലും BJP പ്രവർത്തകൻ ചൊറിഞ്ഞുകൊണ്ട് അവിടേക്ക് ചെല്ലുന്നത്. ചൊറിഞ്ഞുകൊണ്ട് അവിടേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം BJP പ്രവർത്തകർ സമരവുമായിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ പ്രതിഷേധവുമായിട്ട് ഇറങ്ങും. സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസലുണ്ടാവും, ഏതെങ്കിലും ചെറുപ്പക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ടാവും, വാഗ്വാദങ്ങൾ ഉണ്ടാവും. ഈ വാഗ്വാദങ്ങൾ ഒരു അടിയിലേക്ക് കലാശിക്കും. ഈ അടിയിലൂടെ തങ്ങൾക്ക് കുളം കലക്കി മീൻ പിടിക്കുന്ന ഒരു ടെക്നിക്ക് BJPക്ക് ഉപയോഗിക്കാമെന്നുള്ള ചിന്ത ആദ്യം തന്നെ തലയിലേക്ക് വരുന്ന പിഷാരടിയാണ്. പിഷാരടി മനസ്സിലാക്കി. അദ്ദേഹം കൃത്യമായിട്ട് മാറ്റാനുള്ള ശ്രമമാണ്. അതെ, പിഷാരടി കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന് പെസഹ വ്യാഴമാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്ന സാഹചര്യത്തിൽ BJP എന്തെങ്കിലും സാഹചര്യത്തിൽ അതൊരു സംഘർഷമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കുളം കലക്കി മീൻ പിടിക്കാൻ നോക്കുന്നത് BJP ആണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ അതിനൊരു സ്പേസ് പോലും നമ്മൾ ഇട്ടുകൊടുക്കരുത്. അതെ, കറക്റ്റാണ് തീരുമാനം. ഒരു സ്പേസ് പോലും, അതായത് ഒരു സംഘർഷം ഉണ്ടാക്കാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒരു സ്പേസ് പോലും വിട്ടുകൊടുക്കരുത്. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ പിഷാരടിയെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നുണ്ട്. സ്ത്രീ വിരുദ്ധരാണ് പിഷാരടി. ഒരു സംസാരിച്ചിട്ടില്ല. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് എല്ലാവരും സ്ത്രീ വിരുദ്ധരാണ്. ഏറ്റവും വലിയ സ്ത്രീ തുടക്കമല്ലേ ആ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിഷാരടി വളരെ കാര്യത്തോടെ പറയുന്നുണ്ട്, ഒരു അമ്മ വിളിച്ചു, ഞാൻ ആ വീട്ടിലേക്ക്. അല്ല, എന്നെ ഏറ്റവും അതിശയിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പിഷാരടിയുടെ ക്ലാരിറ്റിയാണ്. മാധ്യമങ്ങളാണെങ്കിൽ പോലും ചോദിക്കുന്ന സാഹചര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി ആ കാര്യം പറയുക. അല്ല, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ സത്യസന്ധമായി അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, സാധാരണയായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ചിലർ മാനസികമായിട്ട് പെട്ടെന്ന് ഈഗോ വരും, അല്ലെങ്കിൽ ഒരു ദേഷ്യം വരും, അല്ലെങ്കിൽ ഒരു അഹന്ത ഉണ്ടാവും. ഞാനൊരു സ്ഥാനാർത്ഥിയായി ഞാൻ പ്രചരണത്തിന് വരുമ്പം എന്റെ വഴി തടയാൻ നിൽക്കുന്നു എന്നുള്ളൊരു സാധനം വരും. അങ്ങനെ ചിലപ്പോൾ ചൂടാവാം, അല്ലെങ്കിൽ ശുഭിതനാവാം, അങ്ങനെ ഒന്നുമില്ല. വളരെ കൂളായിട്ട് കൈ കെട്ടി പുറകിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പിഷാരടിയാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും വാക്കുരിയാടി കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒന്നാമത് ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അത്തരത്തിൽ ചെല്ലുന്ന ആളുകളെ രാഷ്ട്രീയപരമായിട്ട് നേരിടുന്നതിന് പകരം സ്ത്രീ പീഡനം അത്തരത്തിലുള്ള വകുപ്പുകൾ കൊടുത്ത് സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിച്ചു, സ്ത്രീയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ പിഷാരടിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ചെല്ലുക. ആ സ്ത്രീ പിടിച്ച് പിഷാരടിയെ തള്ളിക്കളഞ്ഞാൽ നാളെ വരുന്ന മാധ്യമങ്ങളുടെ വാർത്ത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പിഷാരടിയെ സ്ത്രീകൾ അടിച്ചോടിച്ചു, അല്ലെങ്കിൽ പിഷാരടി സ്ത്രീയെ പിടിക്കാൻ ശ്രമിച്ചു, BJP നേതാവ് കേസ് കൊടുത്തു, ഇത്തരത്തിലുള്ള വാർത്തയായിരിക്കും വരാൻ പോകുന്നത്. അതൊക്കെ കൃത്യമായിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് പിഷാരടി പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് കൈ കെട്ടി മാറി നിൽക്കുന്നത്.
കൈകെട്ടി മാറി നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കൃത്യമായിട്ട് നടക്കാൻ പോകുന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയും. നമ്മൾ എപ്പോഴും പറയും ഒരു ലീഡർക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ദീർഘദൃഷ്ടിയാണ്. മുന്നേ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തി സംഭവിക്കാൻ സാധ്യതയുള്ള ഓരോ കാര്യങ്ങളും അനാലിസിസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള മറുമരുന്ന് കണ്ടെത്തുക. ഇന്നും പിഷാരടി അത് തന്നെയാണ് ചെയ്തത്. ഇന്നൊരു സമരവുമായിട്ട് കോൺഗ്രസ് ഇറങ്ങുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഈ പ്രചരണ സംവിധാനങ്ങളെല്ലാം പൊളിയും. സ്വാഭാവികമായിട്ടും പ്രചരണം ശക്തി പിടിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അല്ല, ഇത് പിഷാരടിക്ക് ജയസാധ്യത ഉണ്ട് എന്ന് കരുതിക്കൊണ്ടുള്ള ആകെ ഒരു കൈവിട്ട കളിയാണ് ശോഭാ സുരേന്ദ്രൻ. അതെ, സ്വാഭാവികമാണ്. ശോഭ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലിനെയാണ്. ഷാഫി പറമ്പിലിനെ ആക്രമിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പേര് നിർദ്ദേശിച്ചത് ഷാഫിയാണ്. ഷാഫിയെ ഒന്ന് തകർത്ത് കഴിഞ്ഞാൽ, ഷാഫിയോടുള്ളൊരു സ്നേഹം ആളുകൾക്ക് ഇല്ലാതാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മൾ പറയുന്നത് പിഷാരടിയെയും ബാധിച്ചേക്കാം. അല്ല, ഷാഫി തന്നെയാണ്, പകരം ഒരാൾ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അതെ, അത് ആ ഒരു ഭയമാണ്. എനിക്ക് തോന്നുന്നു 2016 ശോഭാ സുരേന്ദ്രൻ തോൽക്കുന്നത് ഷാഫി പറമ്പിലിനോടാണ്. ഇപ്പോഴും അതിന്റെ വിഷമം മാറിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ ഒരു റിക്കവർ ആയി വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കൂടി തോറ്റു കഴിഞ്ഞാൽ വലിയൊരു നാണക്കേടായിരിക്കും ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകാൻ. വർഷങ്ങൾക്ക് ഇപ്പുറവും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. അല്ല, BJPയെ സംബന്ധിച്ച് കേരളത്തിൽ BJPക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നേമം, പാലക്കാട്, മഞ്ചേശ്വരം ഇങ്ങനെയാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും നേമത്തെ രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ നിയമം സ്വാഭാവികമായിട്ടും നേരത്തെ ഒരു വട്ടം കിട്ടിയതാണ്. പാലക്കാട് എല്ലാ വിധത്തിലും BJP കിട്ടാനുള്ള സാഹചര്യങ്ങളുള്ള മണ്ണാണ്. അവിടേക്ക് വന്നിട്ട് തോറ്റു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു, അതിന് എന്തെങ്കിലും വിധത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടാക്കി തകർക്കണം. ഇപ്പോൾ നല്ല രീതിയിലാണ്, കാരണം പ്രചരണങ്ങളാണെങ്കിൽ പോലും ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ പ്രചരണങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അതിന്റെ പുറകെ പോകുന്നതാണ് ചിന്തിച്ചത്. പക്ഷേ ഇതെല്ലാം കൃത്യമായി മുൻകൂട്ടി കണ്ടുകൊണ്ട് പിഷാരടി ആദ്യം തന്നെ പറഞ്ഞു, വേണ്ട, നമ്മൾ ഒരു സമരത്തിനും പോകുന്നില്ല, ഒരു പ്രതിഷേധത്തിനും പോകുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണോ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിലും ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. കൃത്യമായിട്ടൊരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അത് തന്നെയാണ്. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് ഒരു പ്രതിഷേധവും വേണ്ട, ഈ വിജയം നമ്മൾക്ക് ജയിക്കാനുള്ളതാണ്, കൂടുതൽ സമയം ജനങ്ങളുടെ അടുത്തേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം. വോട്ട് ചോദിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് പോകാം, കലാപത്തിനൊന്നും പോണ്ട, ഒരു കലാപത്തിനും വേണ്ട, കൂടുതൽ ജനങ്ങളിലേക്ക് എത്താം, കൂടുതൽ വോട്ടുകൾ വാങ്ങിക്കാം. എന്താണെങ്കിലും പിഷാരടി ഇതുകൊണ്ട് ഒരു പ്ലസ് പോയിന്റ് ഉണ്ടായത് പിഷാരടിക്കാണ്. കാരണം കേരളം മുഴുവൻ ഈ വിഷയം ഏറ്റെടുത്തു. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ പോലും ഇത് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും പാലക്കാട്ടിലെ ജനങ്ങളും ഇത് ചർച്ച ചെയ്യുന്നുണ്ടാകാം, അവരും ഈ വാർത്തകൾ കാണുന്നുണ്ടാകാം. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലും കൃത്യമായിട്ടുള്ള പിഷാരടിക്കും കോൺഗ്രസിനും ആയിരിക്കും. അതെ.